ഹലോ മച്ചാമാരെ, നമ്മളിപ്പോൾ ഉള്ളത് ശംഖുമുഖം കടൽത്തീരത്തുള്ള തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. ശംഖുമുഖത്തിലെ മത്സ്യകന്യകയുടെ ശില്പമൊക്കെ കണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ഈ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് ഉള്ളത്. ഡൊമസ്റ്റിക് എയർപോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏതാണ്ട് തൃശ്ശൂരെ റെയിൽവേ സ്റ്റേഷൻ ആണോ അല്ലെങ്കിൽ വൈറ്റിലയിലെ ബസ് ഹബ് ആണെന്നൊക്കെ തോന്നിപ്പോവും. പിന്നെ സ്വാമിയുടെ സ്നാക്ക് ബാറിൽ കയറി 4 കോഫി എല്ലാം കുടിച്ചു. പക്ഷെ ഒടുക്കത്തെ വിലയായിരുന്നു കേട്ടോ. ആ കോഫി എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ വന്നിട്ട് വെയിറ്റിങ്ങിനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒന്നും സ്ഥലമൊന്നുമില്ല. ഇവിടെ കൂടുതലായിട്ടും സന്ദർശിക്കുന്ന അന്യസംസ്ഥാന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഞങ്ങള് എന്താ പറയാ, ഡിസ്പ്ലേയിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആള് വരുന്ന സമയമൊക്കെ ആയി. ആദ്യമേ എയർലി എന്ന് കാണിച്ചു, പിന്നെ ഡിലേഡ് എന്നൊക്കെ കാണിച്ചു. ഒടുവിൽ ബീച്ചാൻ എത്തി. ബീച്ചാൻ എത്തി, ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആണ്. ബീച്ചാൻ്റെ ഇളയ മോള് 4.5 വർഷത്തിന് ശേഷമാണ് ബീച്ചാനെ കാണുന്നത്. അവള് UK നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയിട്ട് ആറനായിട്ട് തിരിച്ചു വന്നു. ആ സന്തോഷ നിമിഷങ്ങൾ പപ്പയുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ്. അപ്പൊ അങ്ങനെ ബീച്ചാൻ എത്താറായി. ഇതാ വന്നിരിക്കുന്നു ഗൈസ്. അപ്പൊ എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെന്റ് ആണ്. എന്റെ സ്വന്തം അളിയനാണ്. എന്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോടെ ഹസ്ബൻഡാണ് ബീച്ചാൻ. അന്നും ഇന്നും ഒരേ രീതിയിൽ ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ബീച്ചാൻ തന്നെയാണ്. സത്യം പറഞ്ഞാല് വളരെ സന്തോഷമായിരുന്നു. എന്തായാലും ഞങ്ങള് ബീച്ചാനെ പിക്ക് ചെയ്തു. അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷം നിങ്ങൾക്ക് നമുക്ക് എങ്ങനെ അത് പറഞ്ഞിരിക്കാം? നോ വെയിറ്റ്സ് ടു ടെൽ എന്നൊക്കെയല്ലേ, അത് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ആളെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ബീച്ചാൻ ഓടി വന്ന് അക്കുവിന് നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് പോത്തൻകോടുള്ള തറവാട് ഹോട്ടലിൽ കയറി നല്ല അടിപൊളിയായിട്ട് പാലപ്പവും മട്ടൻ മപ്പാസും ചിക്കനും ഒക്കെ ഞാൻ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു. ആ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ദൈവം ഒരു രക്ഷയില്ലാത്ത മഴയൊക്കെ ആയിരുന്നു. എന്തായാലും ഞങ്ങളൊരു 3.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി എന്ന് പറയാം. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ സൂൺ.